ഹലോ ഫ്രണ്ട്സ്, ഗുഡ് മോർണിംഗ്. നമ്മുടെ കേരള ടി വി സീരിയലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ സരയുവിനെ പറഞ്ഞ് സോപ്പ് ഇട്ടിട്ട് ഓരോ കാര്യം ആലോചിച്ച് നടക്കുന്ന ബഗാസുരൻ്റെ അടുത്തേക്ക് ചെല്ലുന്നു നമ്മുടെ മനു. ബഗോ എന്നും പറഞ്ഞ് വിളിച്ച്, നീ എന്താണ് എന്നെ വിളിച്ചേ? ബഗാന്ന് വേണമെങ്കിൽ അസുരാന്ന് വിളിക്കാം. ഞാനല്ലടാ അസുരൻ, നീയാണെന്ന് മനുവിനോട് നമ്മുടെ രാഹുൽ അന്നേരം പറഞ്ഞു. നമ്മൾ രണ്ടുപേരും അസുരന്മാരാണെന്ന് മനു അന്നേരം പറയൂ കേട്ടോ. പിന്നെ നിങ്ങളുടെ ഭാര്യയ്ക്ക് എന്താ പറ്റിയത്? ശാരിക്ക് അവരെ മൊത്തത്തിൽ വിഷമിച്ച് നടക്കാണല്ലോ, എന്താ കാര്യം? ഇനി അമ്മായിയച്ഛൻ വല്ലതും പറഞ്ഞു കൊടുത്തായിരുന്നോ എന്നൊക്കെ ചോദിച്ചപ്പോൾ ഞാൻ ആരോടും ഒന്നും പറഞ്ഞിട്ടില്ല, പറയണമെന്നൊക്കെ എനിക്കുണ്ട്, പക്ഷെ നടക്കുന്നില്ലെന്ന് പറഞ്ഞപ്പോൾ എനിക്കും ഉണ്ട് പറയണമെന്നൊന്ന് പറഞ്ഞു മനു. അവരുടെ സ്വന്തം മോൾ അവരുടെ സ്വന്തം അല്ലെന്ന് അത് പറയണം എന്ന് എനിക്കുണ്ട്. എന്തായാലും നിങ്ങൾ എൻ്റെ കാര്യം പറയാത്തിടത്തോളം കാലം ഞാൻ അതും പറയാനൊന്നും പോകുന്നില്ല. പിന്നെ ഞാൻ എന്നാണോ ഫ്രോഡാണെന്ന് അവരറിയുന്നത്, അല്ലെങ്കിൽ താൻ അറിയിക്കുന്നത്, അന്നറിയും അവരുടെ മകൾ അവരുടേതല്ലെന്ന്. എന്തായാലും അവർ കാര്യങ്ങൾ അറിയും എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നേരത്തേക്ക് നമ്മുടെ മനു പറയാം കേട്ടോ. ഈ ലോകത്ത് നിന്ന് എങ്ങോട്ടെങ്കിലും പോയാൽ മതിയായിരുന്നു എന്ന്. അന്നേരം രാഹുൽ, ഞാൻ പോയിട്ട് വേണമായിരിക്കും അയൽക്കാരനെ പിടിച്ച് മോളെ കെട്ടിച്ചു കൊടുക്കാനല്ലേ? അങ്ങനെ അവൻ കല്യാണിയെ കളഞ്ഞിട്ട് നിങ്ങളുടെ മോളുടെ പിന്നാലെ ഒന്നും വരില്ല എന്നുള്ള കാര്യം തറപ്പിച്ചു പറഞ്ഞു മനു. കല്യാണിയെ കൊന്നാലും ശരി, നിങ്ങളുടെ നിങ്ങളുടെ മോൾക്ക് അവനെ കിട്ടാനും പോകുന്നില്ല. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം കിരൺ ഏറ്റവും കൂടുതൽ വെറുക്കുന്ന പെണ്ണാണ് നിങ്ങളുടെ മോള് സരയു എന്ന് മനു പറഞ്ഞപ്പോൾ അതെന്താന്ന് വെച്ചാൽ ഞാൻ ചെയ്തോളാം, നീ എങ്ങനെയെങ്കിലും എൻ്റെ മോളെ ഒന്ന് സ്വതന്ത്രരാക്കി തരാൻ പറഞ്ഞു. അപ്പം ഇതൊരു കുടുക്കാണ് അളിയാ, ഇനി നിങ്ങൾ പോയി സത്യം പറഞ്ഞാലും അവൾ ഇതൊന്നും വിശ്വസിക്കാൻ പോണില്ല എന്ന് മനു. പിന്നെ തെളിവ് നിരത്തി എന്നെ കെണിയിലാക്കാൻ നോക്കിയാൽ എന്തെങ്കിലുമൊക്കെ നടക്കുമായിരിക്കും, അതിനുള്ള ശക്തിയൊന്നും നിങ്ങൾക്കില്ല എന്നും പറഞ്ഞൊക്കെ ഇങ്ങനെ കളിയാക്കുക കേട്ടോ. എന്തായാലും പരസ്പര ധാരണയോടെ മുന്നോട്ട് പോയാൽ ഈ ബന്ധം അങ്ങനെ അങ്ങ് പോകും, നമുക്ക് രണ്ടുപേർക്കും നഷ്ടം വരില്ല. ഞാൻ എവിടെയും കടിച്ചു തൂങ്ങാറില്ല. ഒരു ഘട്ടം കഴിയുമ്പോൾ വേർതിരിഞ്ഞു പോകുന്നതാണ് എൻ്റെ പതിവ്, എൻ്റെ ശീലം, അതും സ്നേഹത്തോടെ. എന്നാൽ ഇവിടെ മാത്രം അതിന് പറ്റിയില്ല. ഞാൻ പിടിക്കപ്പെട്ടു, ഞാൻ കുരുങ്ങി കിടക്കുകയാണ്. പക്ഷേ എന്നെ തിരിച്ചറിയേണ്ടവർ ഇതുവരെ തിരിച്ചറിഞ്ഞിട്ടില്ല. അതാണ് ഇപ്പോഴും എൻ്റെ ബലം. ആ ബലത്തിലാണ് ഞാൻ നിൽക്കുന്നത്. അത് നഷ്ടപ്പെട്ടെന്ന് തോന്നിയാൽ എല്ലാം തകർക്കും, ഞാൻ തച്ചുടച്ചിട്ട് ഞാൻ ഇവിടുന്ന് പോകുമെന്നൊക്കെ പറഞ്ഞു. അപ്പം നിനക്ക് നാണമില്ലേടാ എന്ന് രാഹുൽ ചോദിച്ചപ്പം നാണമില്ലാത്തതും നന്ദിയില്ലാത്തവനോടും ഇതൊക്കെ തന്നെ ചെയ്യണം. സാധാരണ മാന്യന്മാരായ ആൾക്കാരെ ഞാൻ പറ്റിക്കാറ്, ഇത് ആദ്യമായിട്ടാ ഒരു ഭൂലോക ഫ്രോഡിനെ ഞാൻ പറ്റിക്കുന്നതെന്നൊക്കെ മനു നിന്ന് ഇങ്ങനെ ചിരിച്ചുകൊണ്ട് പറഞ്ഞിട്ട് എനിക്കതിൽ വളരെ സന്തോഷമുണ്ട് കേട്ടോ എന്നും പറഞ്ഞു. എന്തായാലും നിങ്ങളുടെ ഭാര്യ വെകിളി പിടിച്ച് നടക്കുക, അതെന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് മനസ്സിലാക്കി വെക്കുന്നത് നല്ലതായിരിക്കും. എന്തായാലും അവർക്ക് ഭ്രാന്ത് വരാൻ പാകത്തിനെ എന്തൊക്കെയോ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ, ഒരുപാട് നടന്നും കഴിഞ്ഞല്ലോ. അങ്ങനെയാണെങ്കിൽ മിക്കവാറും ഷോക്ക് കൊടുക്കേണ്ടി വരുന്ന അവർക്കായിരിക്കും എന്നും പറഞ്ഞു മനു ഇങ്ങനെ പറഞ്ഞിട്ട് അവിടെ നിന്ന് പോണു. രാഹുൽ അന്നേരം അതിനെപ്പറ്റി ആലോചിച്ച് അവിടെ നിൽക്കുവാണ്. ഇതെല്ലാം കഴിഞ്ഞ് പിന്നെ നമ്മുടെ സരയുവിൻ്റെ കാര്യങ്ങൾ അറിയാൻ പോയ ശാരി അമ്പലത്തിൽ ചെന്ന് നിന്ന് പ്രാർത്ഥിക്കാം. അപ്പം ഇത്രയും ദിവസങ്ങൾ എനിക്ക് തിരിച്ചടിയായിരുന്നു. ഞാൻ എന്തെങ്കിലും തെറ്റ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ എന്നോട് പൊറുക്കണേ, സമസ്ത അപരാധങ്ങളും പൊറുക്കണേ എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര പ്രാർത്ഥനയും കാര്യങ്ങളും. അങ്ങനെ പ്രാർത്ഥന ഇതെല്ലാം കഴിഞ്ഞ് നമ്മുടെ ശാരി പാവിട്ട് കരഞ്ഞുകൊണ്ടാണ് പ്രദക്ഷിണമൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഇതെല്ലാം കഴിഞ്ഞ് ഇങ്ങനെ പുറത്തേക്ക് ഇറങ്ങി വരുമ്പോൾ ആ ചേട്ടൻ അവിടെ കാത്തു നിൽപ്പുണ്ടായിരുന്നു. അപ്പോൾ എൻ്റെ ദൈവമേ, ഞാൻ പേടിക്കുന്നത് പോലെ ഒന്നും ഉണ്ടാവരുതേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടാണ് സരയു ആ ചേട്ടൻ്റെ മുന്നിലേക്ക് വരുന്നത്. അപ്പോൾ ടെസ്റ്റ് കഴിഞ്ഞോ എന്നിങ്ങനെ ചോദിച്ചു. ആ പെൺകുട്ടി എൻ്റെ കൂട്ടുകാരിയുടെ മകൾ തന്നെയാണല്ലോ അല്ലേ എന്ന് ചോദിച്ചപ്പോൾ നിങ്ങൾ തന്ന മുടിനാരിഴ ഞാൻ നന്നായി പരിശോധിച്ച് നോക്കി, ആ മുടിനാര് ഇഴകൾ തമ്മിൽ യാതൊരു സാമ്യവും ഇല്ല എന്നുള്ള കാര്യം പറയാം. അത് കേട്ട് നമ്മുടെ ശാരി നടുങ്ങി. ശാരിക്ക് അത് വിശ്വസിക്കാൻ പറ്റില്ല. നിങ്ങളുടെ കൂട്ടുകാരിയുടെ മകളല്ല ആ പെൺകുട്ടി എന്ന് പറഞ്ഞു. നിങ്ങൾക്ക് ചിലപ്പോൾ ഏറ്റവും പ്രിയപ്പെട്ട ഫ്രണ്ട് ആയിരിക്കാം, അല്ലെങ്കിൽ ബന്ധു ആയിരിക്കാം, ചിലപ്പോൾ അത് നിങ്ങൾ തന്നെ ആയിരിക്കാം എന്നൊക്കെ പറഞ്ഞപ്പം അയ്യോ ഞാനല്ല സാർ, ഞാനല്ല എന്ന് പറഞ്ഞു. എന്തു തന്നെ ആയാലും ശരി, അവർ തമ്മിൽ ഒരു അമ്മ മകൾ ബന്ധമില്ല എന്നുള്ള കാര്യം പറഞ്ഞു. ആ കുട്ടി മറ്റാരുടെയോ മകളാണ് എന്നുള്ള കാര്യം പറഞ്ഞപ്പോഴേക്കും നമ്മുടെ ശാരിക്ക് സത്യമൊക്കെ മനസ്സിലായല്ലോ. ഇനിയിപ്പോൾ അവകാശികൾ ആരെങ്കിലും വന്നിട്ടുണ്ടെങ്കിൽ അതിനി കേസും വഴക്കും ആക്കാതിരിക്കുന്നതാകട്ടോ നല്ലത് എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ പോയി കഴിഞ്ഞാൽ കുഞ്ഞിനെ തിരിച്ചു കൊടുക്കേണ്ടി വരുമെന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ അതൊക്കെ കേട്ടപ്പോൾ ഇല്ല, ഒരിക്കലും തിരിച്ചു കൊടുക്കില്ലെന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ശാരി ഭയങ്കരമായിട്ട് ഇങ്ങനെ വയലൻ്റ് ആയി. അപ്പോൾ നിങ്ങളുടെ ഈ പ്രതികരണം കാണുമ്പോൾ നിങ്ങൾക്കാണ് ഈ ഒരു അവസ്ഥ പറ്റിയിരിക്കുന്നതെന്ന് തോന്നുമല്ലോ എന്ന് പറഞ്ഞു. അയ്യോ ഒരിക്കലുമല്ല, ഞാനല്ല, എൻ്റെ അവളെ എനിക്ക് അത്രത്തോളം പ്രിയപ്പെട്ടവളാണ്, എൻ്റെ ഹൃദയത്തിലാണ് എൻ്റെ ഫ്രണ്ട് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ പറയാട്ടോ ശാരി. അതുകൊണ്ട് ഈ വാർത്ത ചെന്ന് പറയുമ്പോൾ എന്താകുമെന്ന് എനിക്കറിയില്ല, അവളുടെ സങ്കടം എത്രയാണെന്ന് ഞാൻ മനസ്സിൽ കാണുമായിരുന്നു എന്നൊക്കെ പറഞ്ഞു. അതുകൊണ്ടാണ് ഇത്രയും ഇമോഷണലായി പോയത്, സോറി സാർ എന്ന് പറയാണ്ടേ. ഇനിയിപ്പോൾ മറ്റു പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ ആ പെൺകുട്ടി അവരുടെ മകൾ തന്നെയാണ് എന്ന് പറയുന്നതാണ് നല്ലത് എന്നുള്ള കാര്യം പറഞ്ഞു. വെറുതെ എന്തിനാ തലവേദന ഉണ്ടാക്കുന്നത് എന്ന് ചോദിക്കാം. ഇനി പിരിയുന്നതിലൊന്നും അർത്ഥമില്ലല്ലോ.
കുട്ടിയെ സ്നേഹിച്ച് വളർത്തുന്നവർ തന്നെയാണ് കുട്ടിയുടെ അച്ഛനും അമ്മയും. ഭഗവാന്റെ കാര്യങ്ങൾ പോലും അങ്ങനെയല്ലേ? പിന്നെ ഇത്രയും വർഷം കഴിഞ്ഞിട്ട് ഇങ്ങനെയൊരു ടെസ്റ്റ് നടത്തിയത് അബദ്ധമാണെന്നേ ഞാൻ പറയുകയുള്ളൂ എന്നുള്ള കാര്യങ്ങൾ പറയണു. അപ്പം ശരി, എന്നെ ഏൽപ്പിച്ച ജോലി ഞാൻ ചെയ്തു എന്ന് പറഞ്ഞിട്ട് ആ സാർ അങ്ങ് പോയി. ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും കുഴഞ്ഞു വീഴുവോ തല കറങ്ങി വീഴുവോ ഇതൊന്നും അറിയാതെ തളർന്നിങ്ങനെ നിൽക്കുവാണ് അവിടെ നമ്മുടെ ശാരി. അപ്പോഴേക്കും ഡ്രൈവർ വരുന്നു, ശാരിക്ക് കുടിക്കാൻ വെള്ളം എടുത്ത് കൊടുക്കുന്നു. ഒരു തരത്തിൽ എങ്ങനെയോ വണ്ടിക്കകത്ത് കയറി, എന്നിട്ട് അവിടുന്ന് പോവാം. അപ്പോൾ ഇവർ വണ്ടിയിൽ അങ്ങോട്ട് പോകുന്നു. ഈ സമയത്ത് നമ്മുടെ താര ഒരു ഓട്ടോയിൽ അവിടെ വന്ന് ഇറങ്ങി. അപ്പോൾ നിർത്തുക, വണ്ടി നിർത്തുക, വണ്ടി ഇവിടെ നിർത്തുക എന്ന് പറഞ്ഞു ഡ്രൈവറെ കൊണ്ട് വണ്ടി അവിടെ നിർത്തിക്കുന്നു. എന്നിട്ട് വണ്ടിയിൽ നിന്ന് ചാടി ഇറങ്ങുക. അപ്പോൾ ഇനി അറിയേണ്ടത് സരയു ഇവളുടെ മോളാണോ എന്ന് എനിക്ക് അറിയണം എന്നിങ്ങനെ മനസ്സുകൊണ്ട് അവിടെ നിന്ന് ചിന്തിച്ച് നേരെ താരയുടെ അടുത്തേക്ക് ചെല്ലുക കേട്ടോ. എടി എന്ന് പറഞ്ഞു ഭദ്രകാളിയെ പോലെ ഉറഞ്ഞു തുള്ളിയാണ് ചെല്ലുന്നത്. താര പേടിച്ച് നിൽക്കുക. എന്നിട്ട് അതിൻ്റെ മുടിക്കുത്തിന് പിടിച്ചിട്ട് ഇങ്ങനെ ശാരി ഭയങ്കരമായിട്ട് അതിനെ ഉപദ്രവിക്കുകയാണ്. കൃത്യസമയത്ത് ഇവളെ മുന്നിലെത്തിച്ചത് സത്യം കുറച്ചുകൂടി തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ്. അതിന് ഇവളുടെ മുടിനാരിണ മതിയെന്നും പറഞ്ഞുകൊണ്ട് ആ താരയുടെ മുടി കുറച്ച് പറിച്ചെടുക്കുന്നു. അപ്പം എന്താ എന്ന് താര ചോദിച്ചു. എന്താന്നോ, നീ ഏത് നേരവും എൻ്റെ കുടുംബത്തെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയല്ലേടി, അതുകൊണ്ട് നിന്നെ കാണുമ്പോൾ എനിക്ക് തീരാത്ത ദേഷ്യമാണെന്നും പറഞ്ഞുകൊണ്ട് പാവത്തിനോട് പറയുകയാണ്. അതിനാണ് ശരിക്കും വേനയെടുത്തു തല. ഇനി നീ പൊയ്ക്കോ എന്നും പറഞ്ഞുകൊണ്ട് അതിനെ പറഞ്ഞു വിടുക. അപ്പോൾ താര അങ്ങ് പോയി കഴിഞ്ഞപ്പോഴേക്കും താരയുടെ മുടി ഇങ്ങനെ കയ്യിൽ കിട്ടി. അപ്പം നീ ഇനി എൻ്റെ കുടുംബത്തേക്ക് എങ്ങാനും വന്നാ എൻ്റെ ഭർത്താവ് നിന്നെ കണ്ടാ വെട്ടിക്കീറി തുണ്ടാക്കോന്നാ പറഞ്ഞേക്കണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് ശാരി പറയാം. അതിനുള്ള അവസരം നീയായിട്ട് ഉണ്ടാക്കണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും എൻ്റെ കുഞ്ഞ് അവിടെ ഉണ്ടെന്ന് പറഞ്ഞു. അത് നിൻ്റെ മോള്, അത് എൻ്റെ മോളാണെന്ന് പറഞ്ഞപ്പോൾ കൊല്ലും നിന്നെ ഞാൻ. അപ്പോൾ അത് എൻ്റെ മോള് തന്നെയാണെന്ന് താര തറപ്പിച്ച് ഇങ്ങനെ പറയാം കേട്ടോ. അതും പറഞ്ഞിട്ട് നമ്മുടെ താര അവിടെ നിന്ന് അങ്ങോട്ടേക്ക് പോയി. താര അതും പറഞ്ഞ് അവിടെ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നമ്മുടെ ശാരിയുടെ കയ്യിൽ കിട്ടിയ മുടിയും പിടിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുക. അവളുടെ മോളാണെന്നാണ് പറഞ്ഞത്. ഇതെനിക്ക് അറിയണമെന്ന് പറഞ്ഞാൽ ആ മുടിയും കയ്യിൽ പിടിച്ചുകൊണ്ട് ഇങ്ങനെ അവിടെ നിൽക്കുന്നു. എന്തായാലും ഇനി ഇതാണ് നമ്മുടെ ശാരിയുടെ ലക്ഷ്യം. അപ്പോൾ എല്ലാ കള്ളത്തരങ്ങളും എന്നോട് ഒന്ന് പറഞ്ഞിട്ട് അയാൾ എന്നെ ചതിക്കായിരുന്നല്ലേ. അപ്പോൾ അയാൾക്കാണ് ഇവളുമായിട്ട് ബന്ധം. അങ്ങനെയാണെങ്കിൽ അയാൾ എൻ്റെ ഭർത്താവല്ല, തനി ഭ്രാന്തൻ തന്നെയാണ്. പെണ്ണിൻ്റെ പിന്നാലെ മോഹിച്ച് നടക്കുന്ന ഒരുത്തൻ, അവനെ ഞാൻ വെറുതെ വിടില്ല എന്നും പറഞ്ഞുകൊണ്ട് ശാരി പറയണം. ഇനി അയാളുടെ മുടിനാരിയുടെ കൂടി എടുത്ത് കൊടുക്കണം. എന്നിട്ട് പിന്നെ സരു അയാളുടെയും ആ പോയവളുടെയും മകളാണെങ്കിൽ ഉറപ്പിക്കാം അവർ തമ്മിലുള്ള ബന്ധം. അങ്ങനെയാണെങ്കിൽ പിന്നെ ഞാൻ അവിടെ വെറും പുറമ്പോക്കാണെന്ന് ഉറപ്പിക്കാം എന്നൊക്കെ മനസ്സുകൊണ്ട് ചിന്തിച്ച് ശാരി ഇങ്ങനെ അവിടെ നിന്ന് അങ്ങ് പോണു. ശാരിയാണെങ്കിൽ ലക്ഷ്യം വെച്ചുകൊണ്ട് ഇങ്ങനെ നടക്കുക. പിന്നെ വണ്ടിയിലേക്ക് ചെന്ന് കയറുന്നു. പിന്നെ തകർന്നിരിക്കുക, ഡ്രൈവറോട് വണ്ടി എടുക്കാൻ പറഞ്ഞു. അങ്ങനെ കരഞ്ഞ് നിലവിളിച്ച് വണ്ടിയിലിരിക്കുന്നു. അങ്ങനെ വീട്ടിൽ ചെന്നിറങ്ങിയിട്ടും ഇങ്ങനെ തകർന്ന് ആ ഉമ്മറത്ത് തന്നെ അങ്ങനെ ഇരിക്കുക. പെരക്കകത്തേക്ക് പോലും കയറാൻ പറ്റുന്നില്ല. അങ്ങനെ താരയുടെ മുടിയും കയ്യിലുണ്ട്. അപ്പോഴാണ് സരയു ഇറങ്ങി വരുന്ന സരയുവിനെ കണ്ടപ്പോഴത്തേക്കും ശാരി ഇങ്ങനെ അവിടെ നിന്ന് എഴുന്നേറ്റ് നേരെ സരയുവിൻ്റെ അടുത്തേക്ക് ചെല്ലുക. അമ്മയുടെ ഈ ഭാവമൊക്കെ കണ്ട് മകള് ഭയങ്കര ഇതായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നതേ. മോളെ കുറേ നേരം ഇങ്ങനെ കണ്ണിൽ ഇങ്ങനെ നോക്കിക്കൊണ്ട് അങ്ങനെ നിന്നു. അങ്ങനെ കുറേ നേരം അമ്മ നിൽക്കുന്നത് കണ്ടപ്പോൾ അമ്മയ്ക്ക് ഇതെന്താ പറ്റിയെന്ന് ചോദിച്ചു. അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചു. ഇല്ല, എനിക്കൊരു കുഴപ്പമില്ല മോളെ. എന്താ മോൾ അങ്ങനെ ചോദിച്ചത്? അല്ല, അമ്മയുടെ ഈ ഭാവമാറ്റം കണ്ട് ചോദിച്ചതാണെന്ന് പറഞ്ഞു. എന്നിട്ട് ഒന്നും മിണ്ടാതെ നമ്മുടെ ശാരി അവിടെ അങ്ങനെ പോയിരിക്കാം. അമ്മേ എന്ത് പറ്റിയെന്ന് ചോദിച്ചു. അപ്പോൾ മൊത്തത്തിൽ നമുക്ക് തിരിച്ചടിയല്ലേ മോളെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ദൈവങ്ങൾ സ്വപ്നത്തിൽ വന്ന് കുറച്ചുകൂടി സ്വഭാവം നന്നാക്കാൻ പറയുക എന്ന് പറഞ്ഞുകൊണ്ട് ശാരി ഇങ്ങനെ പറഞ്ഞപ്പോൾ അപ്പോൾ അമ്മയുടെ സ്വഭാവം നല്ലതല്ല എന്ന് അമ്മയ്ക്ക് തന്നെ തോന്നി തുടങ്ങിയല്ലേ എന്ന് സരി ചോദിച്ചു. നമ്മുടെ ആരുടെയും സ്വഭാവം ശരിയല്ല മോളെ, അതുകൊണ്ടാണ് മൊത്തത്തിൽ നമുക്കൊരു മാറ്റം, അത് നമുക്ക് ആവശ്യമാണെന്ന് പറഞ്ഞു. അപ്പം നമ്മളങ്ങനെ നിരാശയിൽ വീണ് കഴിഞ്ഞാൽ അത് മുതലെടുക്കാൻ ഒരുപാട് പേരുണ്ടാവും അമ്മയെന്ന് സരിയും. ഞാൻ അമ്മയോട് ചോദിച്ചായിരുന്നല്ലോ ആൻറ്റി ഇപ്പോൾ കാണിക്കുന്നത് നാടകമാണോ എന്ന്. ഇനി അത് വല്ലതും അറിഞ്ഞിട്ടാണോ അമ്മയ്ക്ക് മാറ്റം എന്ന് ചോദിച്ചപ്പോൾ ശാരി ഒന്നും മിണ്ടുന്നില്ല കേട്ടോ. ശരിക്കും ആൻറ്റി നമ്മളെയൊക്കെ കുരങ്ങ് കളിപ്പിക്കുകയാണോ എന്നിങ്ങനെ ചോദിച്ചപ്പോൾ അതേപ്പറ്റി കൃത്യമായിട്ട് എനിക്ക് അറിയത്തില്ല മോളെ, അറിഞ്ഞെങ്കിൽ അത് ആദ്യം തന്നെ അമ്മ മോളോടല്ലേ പറയത്തുള്ളൂ, പിന്നെന്താ അങ്ങനെ ചോദിക്കുന്നത്. പക്ഷെ അമ്മ അവിടെ പോയതിന് ശേഷമാണല്ലോ അമ്മയ്ക്ക് മാറ്റമൊക്കെ ഉണ്ടായിരിക്കുന്നതെന്ന് മകള്. അവിടെ ചെന്നപ്പോൾ എന്തൊക്കെയോ സത്യങ്ങൾ അമ്മ അറിഞ്ഞിട്ടുണ്ടെന്നുള്ള കാര്യം 100% ഉറപ്പാണ്. അയ്യോ ഞാനൊന്നും അറിഞ്ഞിട്ടില്ല മോളെ. പിന്നെ അവിടെ വെച്ച് അഭിനയമാണെന്നുണ്ടെങ്കിലും ചന്ദ്രസേനും മക്കളും കല്യാണി എന്നൊക്കെ പറയുന്നവൾ അടിച്ചു പൊളിക്കുന്നത് കണ്ടപ്പോൾ സഹിച്ചില്ല. ആ ഒരു പ്രശ്നം എനിക്കുണ്ട്, അത് സത്യമായ കാര്യമാണ് എന്നൊക്കെ പറഞ്ഞു. പിന്നെ മോളുടെ അച്ഛനാണ് ഇപ്പം എൻ്റെ ഏറ്റവും വലിയ തലവേദന, അല്ലാതെ അവരാരും അല്ലെന്ന് പറഞ്ഞു. അങ്ങേരിപ്പോൾ ആരും അല്ലാതെ ആയില്ലേ എന്ന് ചോദിച്ചു അവൾക്ക്. മക്കളും മരുമക്കളും അറിയാതെ ഒരു ദിവസം അയാളെ നമുക്ക് കൊല്ലണം,
ഒരു സംശയത്തിനിടെ കൊടുക്കാതെ അയാളെ കൊല്ലണം എന്നൊക്കെ പറഞ്ഞ് അതാണ് അച്ഛൻ മനസ്സിൽ കാണുന്ന ആൻറ്റിക്ക് ഉപദേശിച്ചു കൊടുത്തിരിക്കുന്ന ഈ നാടകത്തിൻ്റെ അവസാനം എന്ന് പറഞ്ഞപ്പോൾ അങ്ങനെയാണെങ്കിൽ കൊള്ളാം എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശാരി അകത്തേക്ക് കയറിപ്പോണു. ശാരി പോയപ്പോഴും സരയുവിന് മൊത്തത്തിൽ സംശയം. അത് തന്നെയായിരിക്കും അമ്മയുടെ പ്രശ്നം എന്നോർത്ത് സരയു ഇങ്ങനെ നിൽക്കുന്നിടത്ത് ഇന്നത്തെ കഥ അവസാനിച്ചു. അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണം കേട്ടോ. എല്ലാവർക്കും നന്ദി.